ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 165 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അല്പകാലം മാത്രമേ ഉള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. അല്പകാലം മാത്രമേ ഉള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. എത്ര നാളെ വിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാളെ വിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ. പുത്രത്വത്തിന് ആത്മാവാലെ ശക്തിയായി തന്നേല തീർക്കാം, പുത്രത്വത്തിന് ആത്മാവാലെ ശക്തിയായി തന്നേല തീർക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ശിംശോൻ ഒരു ഫെലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞെങ്കിലും മാതാവും പിതാവും അതിന് സമ്മതം ഉണ്ടായില്ല. എന്നാൽ ഇത് യഹോവയാൽ ഉണ്ടായി എന്ന് ബൈബിൾ പറയുന്നു. ഈ 14-ാം അധ്യായത്തിന്റെ 5-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. അങ്ങനെ ശിംശോനും മാതാവും പിതാവും തിമ്നയിലേക്ക് പുറപ്പെടുന്നു. പോകുന്ന വഴിക്ക് ഒരു മുന്തിരിത്തോട്ടത്തിൽ എത്തി. ശിംശോനെ സംബന്ധിച്ച് മുന്തിരിയുടെ ഒരനുഭവവും പാടില്ല. എന്നാൽ അവൻ മുന്തിരിത്തോട്ടത്തിലെത്തി. ദൈവം ഒരു കാര്യം ചെയ്തു. ആ മുന്തിരിത്തോട്ടത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു ബാലസിംഹത്തെ അവന്റെ നേരെ വിട്ടു. അത് അലറിക്കൊണ്ട് അവന്റെ അടുക്കൽ വന്നു. ഇതിനെ വേണമെങ്കിൽ അതിന് പിന്തിരിയാമായിരുന്നു. പക്ഷേ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. സിംഹത്തെ ആട്ടിൻകുട്ടിയെ പോലെ ചീന്തിക്കളഞ്ഞു. അവന്റെ ബലം അവനു മനസ്സിലായി. പഴയ നിയമകാലത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പുതിയ നിയമകാലത്തെ പ്രവർത്തനം പോലെയല്ലായിരുന്നു. ശത്രുവിനെ നിഗ്രഹിക്കുവാൻ, ശത്രുവിനെ കൊല്ലുവാൻ അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അധികം ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. വിവാഹം ഉറച്ചു. 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവരെ മടങ്ങിപ്പോരുന്നു. തിരിച്ച് വിവാഹത്തിനായിട്ട് മാതാവും പിതാവും ശിംശോനും തിമ്നയിലേക്ക് പോകുന്നു. ഇതാ രണ്ടാമത്തെ പാപത്തിലേക്ക് വീഴുന്നു, അല്ലെങ്കിൽ കൽപ്പന ലംഘനത്തിലേക്ക് വഴുതി വീഴുന്നു. താൻ അന്ന് കൊന്ന സിംഹത്തെ പറ്റി ഒന്ന് പുള്ളി നോക്കാൻ വേണ്ടിയാ ചെന്നത്. സിംഹത്തിന്റെ ഉടലിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ ആ ഉടലിനകത്തെ തേനീച്ച കൂട്ടം തേനുമായി ആയിരിക്കുന്നു. അശുദ്ധമായത് തുടരുന്നു പറഞ്ഞത് അശുദ്ധമായത് തൊട്ടു. രണ്ടാമത്തെ പാപം കയറി വന്നു. അവനത് തിന്നു. അശുദ്ധമായ ആ സിംഹത്തിന്റെ ഉടലിൽ നിന്നുണ്ടായ തേനീച്ച കൂട്ടത്തിലെ തേൻ അവൻ തിന്നു. അത് അവന്റെ അപ്പനും അമ്മയ്ക്കും കൊടുത്തു. ഇത് എവിടുന്നാണെന്ന് പറഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപമെന്ന് പറയുന്നത് നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയാണ് എന്നുള്ള കാര്യം മറന്നു പോകല്ലേ. സ്നേഹിതനെ പോലെ അഭിനയിക്കും, പക്ഷേ നമ്മളെ തകർക്കാനായിട്ട് കൂടെ വരുന്ന ഒരു ശത്രുവാണെന്ന് നാം എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ജഡം പാപത്തിലേക്ക് വഴുതി പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിച്ച് വഴി നടത്തുന്നത് ഓർത്ത് നാം എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ അനുസരണത്തിൽ കീഴ്പ്പെട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയം ഉണ്ടാകും എന്ന് ഓർപ്പിച്ചു കൊള്ളുന്നു. അങ്ങനെ വിവാഹവേദിയിലെ
30 പുരുഷന്മാർ തോഴന്മാര് ഉണ്ടായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ശിംശോൻ അവരോടൊരു കടങ്കഥ പറഞ്ഞു. ആ കടങ്കഥ പറഞ്ഞിട്ട് പറഞ്ഞു, 7 ദിവസത്തിനകം നിങ്ങൾ ഇതിൻ്റെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 30 പേർക്കും വിശേഷ വസ്ത്രം തരാം എന്ന് പറഞ്ഞു. ഇവർക്ക് 7 പേർക്കും പറയാൻ പറ്റാത്ത ഒരു കടങ്കഥയാണ്. ശിംശോന്റെ കയ്യിൽ 30 വിശേഷ വസ്ത്രം കൊടുക്കുവാനും കയ്യിലില്ല. കടങ്കഥ ഇങ്ങനെയാണ്: ഫോക്താവിൽ നിന്നും ഭോജനവും മല്ലിൽ നിന്നും മധുരവും പുറപ്പെട്ടു. ആർക്കും പിടികിട്ടാത്ത ഒരു കടങ്കഥ. 7 ദിവസത്തിനകം പറയണം. പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എനിക്ക് അതിന് വിശേഷ വസ്ത്രങ്ങൾ നൽകണം. ഇവര് നോക്കിയിട്ട് കടങ്കഥ പറയാനായിട്ട് പറ്റാതെ വന്നു. അവര് ചെയ്തത് അവന്റെ ഭാര്യയെയും അവന്റെ കുടുംബത്തുള്ളവരെയും ആ വന്ന 30 പേരെ ഭയപ്പെടുത്താൻ തുടങ്ങി. 7 ദിവസം അവൾ കരഞ്ഞും കൊണ്ട് എനിക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് അലിയത്തക്കവണ്ണം കരയാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ അവൻ ആ കടങ്കഥയുടെ ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം കടന്നു വന്നു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ശിംശോന്റെ ഭാര്യയാണ് വാസ്തവത്തിൽ ശിംശോനെ ചതിച്ചത്. എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഭാര്യയും ഭർത്താവും ദൈവവചന പ്രകാരം അവർ ഇനി മേല രണ്ടല്ല ഒരു ദേഹമത്രേ. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും നിൽക്കേണ്ടതായ സാഹചര്യമാണ്. പക്ഷേ ഇവിടെ ശിംശോന്റെ ഭാര്യ അവന്റെ ഹൃദയത്തിലെ ഉത്തരം കവർന്നെടുത്ത് തൻ്റെ ആസ്മാദികൾക്ക് അത് കൊടുത്തു. ഒരു വലിയ വഞ്ചനയാണ് അവൾ ചെയ്തത് എന്ന് ഈ ഭാഗം നമുക്ക് ചിന്തിക്കാം. 7-ാം ദിവസമായപ്പോൾ 14:18 പട്ടണക്കാർ അവനോട്, തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്, സിംഹത്തേക്കാൾ ബലമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. ശിംശോൻ പറയുന്നൊരു ഭാഗമാണ്, നിങ്ങൾ എൻ്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എൻ്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഈ 30 പേർക്ക് വസ്ത്രം കൊടുക്കാവെന്ന് പറഞ്ഞ ശിംശോൻ അവൻ അസ്കോലിലേക്ക് ചെന്നു 30 പേരെ കൊന്നു. അവരെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവൻ്റെ കോപം ജ്വലിച്ചു. അവൻ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി. നമുക്കിവിടുന്ന് ചിന്തിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശിംശോന്റെ ജീവിതത്തിലെ പാപങ്ങൾ ഓരോന്നായി കടന്നു വന്നു. തൻ്റെ ജീവിതത്തിലെ മറ്റുള്ളവരെ കൊല്ലത്തക്കവണ്ണമുള്ള അവസ്ഥയിലേക്ക് കടന്നു വന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ദൈവവചനം വിട്ട് പുറകോട്ട് പോകരുതേ ഓർപ്പിക്കുകയും അടുത്ത ദിവസങ്ങളിൽ തുടർന്ന് ക്ലാസ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, കർത്താവ് വരാറായി. ഭാരതത്തിന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.